ദീൻ ഇവിടെ നിലനിൽക്കണം. അഹ്ലുസുന്ന വൽ ജമാഅത്താണ് ദീന്. അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. അതിന്റെ 100-ാം വാർഷികം വരികയാണ്. എല്ലാ ആളുകളും അള്ളാഹുവിന് വേണ്ടി, നമുക്ക് ആളുകളെ കാണിക്കാനോ ശക്തി പ്രകടനം നടത്താനോ അല്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് നിലനിർത്താൻ റബ്ബേ ഞങ്ങൾ ഇത് സർവ്വതും സമർപ്പിച്ച് ഞങ്ങൾ സന്നദ്ധമാവുകയാണെന്ന ഉന്നതമായ നിയ്യത്തോടുകൂടി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കടപ്പാടോടുകൂടിയാണ് നമ്മളെ അള്ളാഹും അവന്റെ റസൂലും എന്താണ് പറഞ്ഞതെന്ന് അതിന്റെ രൂപത്തിൽ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിശദീകരിച്ചു തരുന്നവരാണ് ഉലമാക്കൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഖുതുബുസ്സമാൻ അസ്സയ്യിദ് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതിന് രൂപീകരണം നൽകിയ ആളുകളൊന്നും നമ്മളെ തമാശ കളിക്കുള്ള ആളുകളല്ല. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നമ്മളതിനെ പരിഹസിക്കുന്നുണ്ടല്ലോ. എന്നാ നിങ്ങൾ അറിയണം, ഈ പ്രസ്ഥാനത്തിന് രൂപീകരിച്ച ആളുകൾ അവര് നിസാരക്കാരായ ആളുകളല്ല. ഖുതുബാനിയത്തിന്റെ പദവി വഹിക്കാൻ, ഔലിയാക്കളിലുള്ള ഉന്നതമായ പദവി വഹിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരാണ് ഈ സംഘടനയ്ക്ക് ശിലാസ്ഥാപനം നൽകിയത്, ഈ സംഘടനയ്ക്ക് അസ്ഥിവാരട്ടത്. ആരും ഭയപ്പെടേണ്ട. അവരാ സംഘടനയെ നോക്കുകയും ആ സംഘടനയെ എപ്പോഴും അവർ നയിക്കും. നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കക്ഷികളാണ്. മറ്റുള്ള ബിദ്അത്തിന്റെ കക്ഷികളെ പോലെ മരിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി പശു മരിച്ചതുപോലെയല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കഴിവ് അത് മരണശേഷവും മുറിഞ്ഞു പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും അതിനെ എല്ലാ നിലയിലും സമർത്ഥിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരെ ഉലമാക്കളൊക്കെ. അപ്പൊ അവരുടെ കഴിവുണ്ടാവും, അവരുടെ നോട്ടമുണ്ടാകും. അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും വിലായത്തിന്റെ ഉന്നതമായ പദവികൾ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹം ചൊരിഞ്ഞവരുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ. അത് നമ്മൾ മാത്രമല്ല, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പറ്റി ഒരു മോശമായ സംസാരം ആർക്ക് സംസാരിക്കാൻ സാധിക്കും? അത്ര വലിയ ഉന്നതമായ സ്ഥാനം ഖുതുബെന്നാണ്. ഖുതുബ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ധാരാളം പദവികളുണ്ട്. ആ പദവികളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത വലിയൊരു പദവിയാണ് ഖുതുബ് എന്ന് പറഞ്ഞാൽ. അൽ ഖുതുബ് എന്ന പദവിയിൽ അള്ളാഹു ഇരുത്തിയ മഹാനാണ് വരക്കൽ തങ്ങളെന്ന് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പണ്ഡിതരും അവര് കളവ് പറയൂല. നമ്മൾ ചിന്തിക്കണ മാതിരി നമ്മളുടെ ചിന്ത അനുസരിച്ച് നമ്മൾ അവർ വ്യാഖ്യാനിക്കാൻ പാടില്ല. അവരങ്ങനെ ആയിരിക്കും, നമ്മളങ്ങനെ ചിന്തിക്കണം അതനുസരിച്ച് അവർ ചിന്തിക്കൂല. കാരണം അവർ ശർഅ അറിയുന്നവരാണ്. അവരുടെ ചിന്തയും പ്രവർത്തനവും ഈ ശരീഅത്തിന്റെ മാനദണ്ഡം അനുസരിച്ചേ ഉണ്ടാവൂ. അതുകൊണ്ട് അവർ ഇത്തിബാ ചെയ്യുകയും ആ സംഘടനയ്ക്ക് ശക്തി പകരാൻ ആവശ്യമായ പ്രവർത്തന ഗോതയിൽ നമ്മൾ ഓരോരുത്തരും സജ്ജാവണം. 100-ാം വാർഷികം വെളിപ്പാടകലെ നിൽക്കുകയാണ്. ഒരു സംഘടന ലോകത്തിന് തന്നെ ഒരു മാതൃകയായിക്കൊണ്ട് അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും ആണുമണി വ്യതിചലിക്കാതെ ഈ വിശുദ്ധമായ ദീൻ അഹ്ലുസുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാരഥന്മാരായ സ്വഹാബത്തും ലക്ഷോപലക്ഷം അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഇവിടെ അസ്ഥിവാരമിട്ട ഈ വിശുദ്ധമായ ദീൻ, ആ ദീനിനെ ആര് തൊട്ടുകളിക്കാൻ വന്നാലും അതിനെ പ്രതിരോധിക്കുകയും പിന്നെ അത് നമ്മൾ ചെയ്യണ്ടേ? ഒരു മനുഷ്യന്റെ അഖീദ പിഴച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അപകടം മനുഷ്യൻ എന്താ വരാനുള്ളത്? വിശ്വാസം പിഴക്കുക എന്നതിനേക്കാളും വലിയൊരു അപകടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല. അങ്ങനത്തെ വിശ്വാസികളുടെ വിശ്വാസം കട്ടെടുക്കാൻ വന്നവർ, ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ, എല്ലാവിധ വൈകേടുകളെയും സ്വായത്തമാക്കിക്കൊണ്ട് ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ തകർക്കാനും പൊളിക്കാനും ആളുകൾ പല ഈജിപ്ത് വഴിയും മറ്റ് പല വഴിയും വഹാബിസം പോലെയുള്ള വൈകേടുകൾ ഈ നാട്ടിൽ വന്നപ്പോ അതിനെ പ്രതിരോധം തീർക്കുകയും മുസ്ലിം ഉമ്മത്തിന് ശരിയേത് തെറ്റേത് എന്ന് വ്യക്തമായി മാർഗദർശനം ചെയ്യുകയും ചെയ്തു. ആ സംഘടന 100 വർഷം ഇവിടെ വിശ്വാസിയുടെ ഈമാന് കാവൽ നിന്നു എന്ന് പറയുമ്പോ അതിന്റെ മഹത്വം എത്രയാണ്? അതിന്റെ മഹത്വം എത്രയാണ്? അത് ഉന്നതമായൊരു അവസ്ഥയും അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളെപ്പോഴും അഹ്ലുസുന്ന വൽ ജമാഅ, അതാണ് ദീൻ. ഏത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞത്? സുന്നത്തു റസൂലില്ലാഹി വ ജമാഅത്തു സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാ ദീൻ. അത് എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയോ, പൂർവീകർ മനസ്സിലാക്കിയോ, അതേ പ്രകാരം അത് ഇവിടെ നിലനിൽക്കണം.
അങ്ങനത്തെ വിദഗ്ധത്തിന്റെ കക്ഷികൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കുകയും ഈ ദീന്റെ യഥാർത്ഥ നിലനിർത്തണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത് പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ? അവരത് നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തേ ചെയ്യേണ്ടത്? പൂർണ്ണമായി അതിന് അള്ളാഹുവിന് വേണ്ടി അവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് എല്ലാ നിലയിലും അവരോട് ഐക്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ പരിഹസിക്കാൻ പാടില്ല. അതുകൊണ്ട് ദീൻ ഇവിടെ നിലനിൽക്കണം. അഹ്ലുസ് സുന്ന വൽ ജമാഅത്താണ് ദീന്. അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. അതിന്റെ 100-ാം വാർഷികം വരികയാണ്. എല്ലാ ആളുകളും അള്ളാഹുവിന് വേണ്ടി, നമുക്ക് ആളുകളെ കാണിക്കാനോ ശക്തി പ്രകടനം നടത്താനോ അല്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് നിലനിർത്താൻ റബ്ബേ ഞങ്ങൾ ഇത് സർവ്വതും സമർപ്പിച്ച് ഞങ്ങൾ സന്നദ്ധമാവുകയാണെന്ന ഉന്നതമായ നിയ്യത്തോടുകൂടി പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കടപ്പാടോടുകൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ മാർഗദർശി. അത് പുണ്യ മുഹമ്മദാണ് സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി വഅലാ ആലി. അതാണ് നമ്മളെ മാനദണ്ഡം. അതിനോട് എന്ത് യോജിക്കുന്നോ അതിനോട് നമ്മൾ യോജിക്കും. അതിനോട് ആര് വിരോധിക്കുന്നോ അതിനോട് നമ്മളും അള്ളാഹുവിന് വേണ്ടി എതിരാകും. അത് ദീനിന്റെ അടിസ്ഥാന തത്വമാണ്. അതിന്റെ മുകളിലാണ് ദീൻ എടുക്കപ്പെട്ടത്. അതുകൊണ്ട് ഇഖ്ലാസുള്ളവരാവുക, പരമാവധി നന്മകൾ ചെയ്യുക, നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ചെയ്ത് ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുക. നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ള പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരുടെയൊക്കെ വേദനകളൊക്കെ അകറ്റി കൊടുക്കുക. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ സമ്മേളനം അള്ളാഹു ചരിത്ര സമ്മേളനമാക്കി അള്ളാഹു മാറ്റട്ടെ. വാഹിർ